ലോകത്ത് എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നതിലും മുന്നറിയിപ്പ് നൽകുന്നതിലും മുൻപന്തിയിലാണ് അമേരിക്ക. എന്നാൽ ഇപ്പോൾ യുഎസിനെ മാത്രമല്ല ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ. എന്തിനാണ് ഉത്തര കൊറിയക്കെതിരെ ഈ മൂന്ന് രാജ്യങ്ങളും സുരക്ഷാ സഖ്യം ഉണ്ടാക്കുന്നതിനെ റഷ്യ എതിർക്കുന്നത്? അതിനു പിന്നിൽ ഭയമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ലോകമെന്ന ചതുരംഗപ്പലകയിലെ കറുത്ത കുതിര എന്നാണ് ഉത്തര കൊറിയയെ വിശേഷിപ്പിക്കുന്നത്. അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളിയുടെ കണക്കുകൂട്ടലുകൾ തകിടം മറിക്കുന്ന തന്ത്രശാലിയായ കറുത്ത കുതിര. കിഴക്കൻ ഏഷ്യയിലെ ശാക്തിക സമവാക്യങ്ങൾ തന്നെ തിരുത്താൻ പോന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം കേന്ദ്ര കഥാപാത്രമായിരുന്നു ഉത്തര കൊറിയ. റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് ഉത്തര കൊറിയയാണെന്നും യുക്രൈൻ ഇന്റലിജൻസ് മേധാവി പോലും തുറന്നു സമ്മതിച്ചിരുന്നു. ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയത് മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയിലാണ്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് അമേരിക്കയും ഏഷ്യൻ പങ്കാളികളും വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരുടെയും നിഷേധത്തെയും അംഗീകാരത്തെയും കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ തീരുമാനം ഒരിക്കലും മാറ്റില്ല. ഇതായിരുന്നു ഉത്തര കൊറിയയുടെ മറുപടി. പിന്നാലെയാണ് സുരക്ഷാ സഖ്യമുണ്ടാക്കാനുള്ള നീക്കം യുഎസ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തുടങ്ങിയത്. ഇതോടെയാണ് നീക്കം ഉപേക്ഷിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ മൂന്ന് രാജ്യങ്ങൾക്കും നൽകിയത്. സമീപ വർഷങ്ങളിലായി റഷ്യയും ഉത്തര കൊറിയയും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തിയിരുന്നു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയും ആണവ മിസൈൽ പരീക്ഷണങ്ങളുടെ പേരിൽ ഉത്തര കൊറിയയും ആഗോളതലത്തിൽ നയതന്ത്ര ഒറ്റപ്പെടൽ നേരിടുന്ന സാഹചര്യത്തിലാണിത്. റഷ്യയ്ക്ക് യുക്രൈനെതിരെയുള്ള യുദ്ധത്തിനായി ആയുധങ്ങളും സൈനികരെയും നൽകുന്നത് ഉത്തര കൊറിയയാണ്. 2022 മുതൽ തുടങ്ങിയ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമെന്ന് സ്വപ്നത്തിൽ പോലും വ്ളാഡിമിർ പുടിൻ കരുതിയില്ല. യുക്രൈനെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന റഷ്യയുടെ കണക്കുകൂട്ടൽ ഒടുവിൽ എത്തിനിന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ്. ആയുധ തലത്തിലും സൈനിക തലത്തിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ഒടുവിൽ രക്ഷകരായി എത്തിയത് ഉത്തര കൊറിയ. യുദ്ധത്തിൽ ത്രിശങ്കുവിൽ റഷ്യ നിന്നപ്പോൾ കൈയയച്ചു സഹായിച്ചു അവർ. അതിനു പിന്നിൽ ചില ലക്ഷ്യങ്ങളും ഉത്തര കൊറിയയ്ക്കുണ്ടായിരുന്നു. കൊറിയൻ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിന് സഹായകമായും ഇതിനെ കണക്കാക്കാം. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ ദീർഘകാല ലക്ഷ്യമാണ് റഷ്യയുടെ സുഖോയ് Su-35 പോർ വിമാനങ്ങൾ സ്വന്തമാക്കുക എന്നത്. ഈ വിമാനങ്ങൾ ഓരോന്നിനും $50 മില്യൺ വില വരും. നിലവിൽ ഉത്തര കൊറിയയ്ക്കുള്ളത് സോവിയറ്റ് യൂണിയൻ കാലത്ത് സമ്പാദിച്ച കുറേ പോർ വിമാനങ്ങളാണ്. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച ചോസോൺ പോലുള്ള വിമാനങ്ങളുമുണ്ട്. ആധുനിക ചൈനീസ് പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമം നടക്കുന്നുമില്ല. അത് കൊറിയൻ ഉപഭൂഖണ്ഡത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് ചൈന ഭയക്കുന്നതാണ് കാരണം. ആ വഴി അടഞ്ഞ നിലയ്ക്കാണ് ഉത്തര കൊറിയ മോസ്കോയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. എങ്കിലും പ്രതിസന്ധിയിൽ സഹായിച്ച ഉത്തര കൊറിയയ്ക്കുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. യുഎസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ ആക്രമണത്തിനുള്ള പരിശീലനമാണെന്നാണ് ഉത്തര കൊറിയ കരുതുന്നത്. യുഎസ് സൈനിക ഭീഷണികളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുകയാണെന്നും അവർ പറയുന്നു. റഷ്യ ഉത്തര കൊറിയ സഹകരണം ഉത്തര കൊറിയയുടെ ആണവായുധ മിസൈൽ പദ്ധതികൾക്ക് കൂടുതൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയും അമേരിക്കയും ആശങ്കപ്പെടുന്ന ഘട്ടം കൂടിയാണിത്.
ഉത്തര കൊറിയയ്ക്ക് റഷ്യയ്ക്ക് കൂടുതൽ സാങ്കേതിക വിദ്യ നൽകാൻ കഴിയുമെന്ന് ദക്ഷിണ കൊറിയ, US, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അവരുടെ ആണവ മിസൈൽ പദ്ധതികളെ കൂടുതൽ മികച്ചതാക്കുമെന്ന ഭയവുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ. എന്നാൽ അതിനെല്ലാം പുടിൻ വഴങ്ങുമോ? അതോ റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കൂടി പങ്കാളികളാകുമോ എന്ന സൂചനയാണ്.